ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ ചിലർ സിനിമാ മേഖലയിലെ ചില നടികൾ പുറത്ത് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതേക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. അതേ തുടർന്ന് ഇവരുടെ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ട് കേസെടുത്തു. നടൻ സിദ്ദിഖ്, നടൻ ബാബുരാജ്, നടനും MLA ആയ മുകേഷ്, നടൻ ജയസൂര്യ, അങ്ങനെ പലർക്കും എതിരെയുള്ള കേസുകളുണ്ട്. ഇതിൽ ചിലർ, ഇപ്പോൾ സിദ്ദിഖിനെ പോലെയുള്ള ആൾ അമ്മയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിയുന്ന കാഴ്ച കണ്ടു. അമ്മയുടെ ഭാരവാഹികൾ തന്നെ പൂർണ്ണമായും കൂട്ടത്തോടെ രാജിവെക്കുന്ന കാഴ്ച കണ്ടു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് പറയുന്നത് നടൻ മുകേഷ്, MLA കൂടിയായ നടൻ മുകേഷിനെതിരെയാണ്. അദ്ദേഹത്തിനെതിരെ 3 പരാതികളാണ്, ഗൗരവമുള്ള 3 പരാതികളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ എറണാകുളത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ചൊവ്വാഴ്ച വരെ 5 ദിവസത്തേക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ സെപ്റ്റംബർ 3 മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ നിയമ നടപടികൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മുകേഷ് MLA സ്ഥാനത്ത് തുടരുന്നത് ശരിയോ എന്നുള്ള ചോദ്യം വലിയ തോതിൽ ഉയരുന്നുണ്ട്. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ രഞ്ജിത്ത് വലിയ സമ്മർദ്ദത്തിനൊടുവിൽ രാജിവെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അദ്ദേഹത്തിനെതിരെയും കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം തന്നെയാണ് കേസ്. പക്ഷേ നടൻ മുകേഷിൻ്റെ കാര്യത്തിൽ, അദ്ദേഹത്തിൻ്റെ രാജിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി കൂടിയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, അവൈലബിൾ സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുകയും രാജി ഉടൻ ആവശ്യപ്പെടേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അവൈലബിൾ സെക്രട്ടേറിയറ്റിന് ശേഷം പുറത്തു വന്ന EP ജയരാജനെ പോലുള്ള മുതിർന്ന നേതാവ് രാജിക്കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പൊതുവിൽ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടുന്നവർ ധാർമ്മികമായി അദ്ദേഹത്തിന് അവിടെ തുടരാൻ, MLA ആയി തുടരാൻ അർഹതയില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. CPIയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേർന്നിരുന്നു. അവർ ഔദ്യോഗികമായൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ആ എക്സിക്യൂട്ടീവിൽ ഉയർന്നു വന്ന വികാരം, ധാർമ്മികമായി ആ സ്ഥാനത്ത് തുടരാൻ മുകേഷിന് കഴിയില്ല, അതുകൊണ്ട് മുകേഷ് രാജിവെക്കണം, മുകേഷിൻ്റെ രാജി CPM ആവശ്യപ്പെടണം എന്ന വികാരമാണ് പൊതുവിലുണ്ടായത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ വിഷയം സംസാരിക്കുമ്പോൾ നോക്കൊപ്പം ഉള്ളത് രാജ്യത്തെ തന്നെ മുതിർന്ന ജേർണലിസ്റ്റുകളിൽ ഒരാളായ ശ്രീ MG രാധാകൃഷ്ണനാണ്. സ്വാഗതം. നമ്മൾ ഈ ധാർമ്മികമായി തുടരാൻ അവകാശമില്ല എന്ന് പറയുമ്പോൾ ഇത് കേവലം ധാർമ്മികതയുടെ ഒരു പ്രശ്നം മാത്രമാണോ? സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയിൽ അംഗമായിരിക്കുന്ന ഒരാൾക്കെതിരെ ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റങ്ങൾ ആരോപിക്കപ്പെടുകയും ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്യുമ്പോൾ ഇതൊരു കേവലം ധാർമ്മികതയുടെ പ്രശ്നം മാത്രമാണോ? നിയമപരമായൊരു ബാധ്യത കൂടിയില്ലേ മുകേഷ് ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ മുകേഷിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നതിൽ? രാജീവ്, നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ വളരെ ആവർത്തിച്ച് കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ വിപ്ലവത്തിന്റെ നായകർ തന്നെ അധികാര പ്രാപ്തിയെ തുടർന്ന് പ്രതിവിപ്ലവത്തിന്റെ നായകരായി മാറുന്ന ഒരു 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 കാഴ്ച. വാസ്തവത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടക്കവും അതിന്റെ ഇതുവരെയുള്ള അതിന്റെ യാത്രയും നോക്കിയാൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം, പ്രത്യേകിച്ച് CPM ഏതാണ്ട് ഒരു അവസ്ഥയിലാണ് ഈ കാര്യത്തിൽ നിൽക്കുന്നതെന്നാണ് തോന്നുന്നത്. ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു അതിന്റെ രൂപീകരണം എന്നുള്ളതിനെപ്പറ്റി ഒരു സംശയമില്ല. ലോകമാകെ പരമ്പരാഗതമായി വർഷങ്ങളായി തുടരുന്ന ഒരു വളരെ ഗർഹണീയമായിട്ടുള്ള ഒരു ആണധികാരത്തിൻ്റെതായ ഒരു ചരിത്രമാണ് നമുക്ക് എല്ലായിടത്തും കാണുന്നത്. അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ സിനിമ രംഗത്ത്, പല രംഗങ്ങളിലുണ്ട്, സിനിമാ രംഗത്ത് പ്രത്യേകിച്ചും. അത് ഇന്ത്യയിലെ മറ്റു ഭാഷകളിലാകട്ടെ, വിദേശ ഭാഷകളിലാകട്ടെ, ഹോളിവുഡിലാകട്ടെ, ഇതൊക്കെ വളരെ കുപ്രസിദ്ധമാണ്. അപ്പോ ഇതിൽ നിന്ന് ഒരു വലിയ ഒരു വഴിത്തിരിവാണ് വാസ്തവത്തിൽ കേരളം പോലെ ഒരു സംസ്ഥാനം, ഇവിടെ ഒരു സർക്കാർ അത് അന്വേഷിക്കാൻ, സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, സിനിമാ വ്യവസായത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ ചൂഷണത്തിന്റെയും ആക്രമണങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുക എന്നത് വാസ്തവത്തിൽ കേരളത്തിന്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലാണ്. പല രീതിയിലും മാറി ചിന്തിച്ച, പ്രവർത്തിച്ച ചരിത്രം, വളരെ ഗംഭീരമായിട്ടുള്ള, സമൂഹത്തിൽ വലിയ മാറ്റം കുറിക്കുന്ന നിയമനിർമ്മാണങ്ങളുടെയും സാമൂഹ്യമായ ചുവടുവയ്പ്പുകളുടെയും ഒക്കെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ കേരളത്തിനുണ്ട്.
ആ ഉജ്ജ്വലമായ പാരമ്പര്യത്തിലെ ഒരു വലിയ ഒരു ചുവടുവയ്പായിട്ട്, ഒരു നാഴികക്കല്ലായിട്ടാണ് ഹേമ കമ്മിറ്റി. അതിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും CPM-നും ഒക്കെ അതിനുള്ള അവകാശമുണ്ട്, അതിന് അവകാശപ്പെടാനുള്ള എല്ലാ അധികാരവുമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ആ നേട്ടങ്ങളെല്ലാം, അങ്ങനെ കൈവരിച്ച അല്ലെങ്കിൽ അഭിമാനപൂർവമായിട്ടുള്ള നേട്ടങ്ങളെ മുഴുവൻ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കാഴ്ചയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് മുതൽ ഇന്ന് വരെ കാണുന്നത്. അത് ഇതിനകം പല വിധത്തിലുള്ള ചർച്ചകൾക്ക് ഇതിനകം വിഷയമായി കഴിഞ്ഞു. അത് 4.5 വർഷം അതിന്റെ പിന്നിൽ അടയിരുന്നു എന്ന് മാത്രമല്ല, അത് പബ്ലിക് ആക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളെയും കൃത്യമായി തടസ്സപ്പെടുത്തുകയും അതിനെ പരാജയപ്പെടുത്തുകയും ചെയ്തുകൊണ്ടേയിരുന്നു സർക്കാർ, കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റും ഈ ഗവൺമെന്റും ഈ കാലഘട്ടത്തിലെല്ലാം. ഇനി പുറത്തു വന്നതിന് ശേഷം നടന്നിരിക്കുന്ന കാര്യങ്ങളോ ഒന്നൊന്നായി നോക്കുമ്പോൾ തികച്ചും ആക്ഷേപാർഹമായിട്ടുള്ള നടപടികളാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ്, കാരണം ഓരോ സ്റ്റെപ്പിലും കൂടുതൽ താഴോട്ടാണ് ഇടതുപക്ഷത്തിന്റെ ഒരു ഇമേജ് പൊക്കോണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ നാണക്കേടിൻ്റെതായ ഒരു നാഴികക്കല്ലാണ് ഈ മുകേഷിന്റെ കാര്യത്തിൽ ഇടതുപക്ഷവും CPM-ഉം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് CPM, രാജീവ് പറഞ്ഞ പോലെ ധാർമ്മികമായ ഉത്തരവാദിത്വം ആയാലും നിയമപരമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ചിലപ്പോൾ തർക്ക വിഷയമാവാം. നിയമത്തിന്റെ നൂലിഴ കീറി പരിശോധിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ സാങ്കേതികമായിട്ടുള്ള യുക്തികൾ ഉപയോഗിക്കാം. മാത്രമല്ല, കേരളത്തിൽ പലപ്പോഴും ഇതുവരെയുള്ള ഒരു മുന്നോട്ട് വെക്കുന്ന ചരിത്രം തന്നെ അങ്ങനെയാണ്. കേരളത്തിൽ ഉമ്മൻചാണ്ടി മുതലുള്ളവരെടുക്കാം. ഉമ്മൻചാണ്ടി മുതൽ ഇതുപോലെയുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾക്കിരയായപ്പോഴൊന്നും അവരവരുടെ സ്ഥാനങ്ങൾ ത്യജിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. സരിത കേസിൽ ഒരുപാട് MLA-മാരും മന്ത്രിമാരും അതുപോലത്തെ ആ നിലവാരത്തിലുള്ള MP-മാരും ഒക്കെയാണ് ആരോപണ വിധേയരായത്. അവരാരും അവരുടെ രാഷ്ട്രീയ സ്ഥാനങ്ങൾ ത്യജിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോഴുള്ള ചില നേതാക്കന്മാർക്കും ഇതുപോലെയുള്ള വളരെ ക്രിമിനൽ കേസുകളുടെ അതിൽ ആരോപിതരാണ്. പക്ഷേ അവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അവിടെയാണ് ഇടതുപക്ഷം ഇതുവരെ ഉയർത്തിപ്പിടിച്ച അവരുടെ ഒരു നിലപാടുകൾക്ക് അനുസൃതമായി ചെയ്യാനുള്ള ഒരു വലിയ അവസരമായി കാണുന്നത്. ഇതൊക്കെ ഉന്നയിക്കുന്നുണ്ട് പല പ്രധാനപ്പെട്ട നേതാക്കളും പറഞ്ഞു. തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസ് ആയാലും മറ്റു പാർട്ടികൾ ആരും ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഞങ്ങൾ ചെയ്യുകയാണ്. ഇടതുപക്ഷത്തിന്റെ പാരമ്പര്യം വേറെയാണ്, ഇടതുപക്ഷത്തിന്റെ ധാർമ്മിക നിലപാടുകൾ വ്യത്യസ്തമാണ്, അതിന്റെ മൂല്യബോധം വ്യത്യസ്തമാണ്, വീക്ഷണം വ്യത്യസ്തമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇടതുപക്ഷം CPM മുന്നോട്ട് വെക്കേണ്ട കാര്യമാണ്. മുകേഷ് ഈ സ്ഥാനത്ത് ഇരുന്നു കൊണ്ടല്ല അന്വേഷണം നേരിടേണ്ടത്. MLA സ്ഥാനം വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ്. അത് ഞാൻ രാജിവെക്കുകയാണ്, അത് ഞങ്ങൾ ത്യജിക്കുകയാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറേണ്ട ഒരു സമയത്താണ് ഇപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു പക്ഷേ പറഞ്ഞ പോലെ കൂടുതൽ വഷളായതിനു ശേഷം ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുള്ളത് ഒരുമാതിരി സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനു മുമ്പ് ചെയ്യാവുന്ന എല്ലാ ദ്രോഹവും സ്വയം പ്രസ്ഥാനത്തിന് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഇടതുപക്ഷം ഈ കാര്യത്തിൽ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് ചോദിക്കാൻ കാര്യം ഇപ്പം നിയമപരമായ ബാധ്യത എന്ന് ഞാൻ ചോദിക്കാൻ കാര്യം, ഇത് നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള സഭയാണ്. അതായത് സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പാകത്തിലുള്ള നിയമവ്യവസ്ഥകൾക്ക് രൂപം നൽകാൻ ചുമതലപ്പെട്ട സഭയാണ്. അവിടെയാണ് വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ നേരിടുന്ന ഒരു വ്യക്തി അംഗമായി തുടരാൻ തടസ്സമില്ല എന്ന് ഇപ്പോൾ CPM-ൻ്റെ നേതാക്കൾ വാദിക്കുന്നത്. അത് വാദിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇന്നിപ്പോൾ KK ശൈലജയെ കണ്ടു, PK ശ്രീമതിയെ കണ്ടു, EP ജയരാജനെ കണ്ടു. ഒരു ആരോപണം ഉയരുമ്പോഴത്തേക്ക് അങ്ങ് രാജിവെക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇതൊരു സാധാരണ നിലയ്ക്കുള്ള ആരോപണമാണ് എന്നുള്ള മട്ടിലാണ് അവർ അതിനെ കാണുന്നത്. അതങ്ങനെയല്ല. ഈ ഹേമ കമ്മിറ്റി ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അവരൊരു നിയമത്തിൻ്റെ കരട് തന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ആ കരട് സർക്കാർ അംഗീകരിച്ചത് നിയമസഭയിൽ വന്നാൽ ആ നിയമനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയാകേണ്ട ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങളുടെ മുനയിൽ നിൽക്കുന്നത്. അത്തരം ഒരാളെ ഒരുപക്ഷെ പാർട്ടിക്ക് മറ്റു പല കാരണങ്ങളാൽ ചുമക്കേണ്ടി വന്നേക്കാം. പക്ഷേ നിയമനിർമ്മാണ സഭയിൽ വിശ്വാസം അർപ്പിക്കുന്ന ജനങ്ങളും അത് ചുമക്കണം എന്ന് പറയുന്നതിൽ അതിൻ്റെ ഒരു വൈരുദ്ധ്യം ബോധ്യപ്പെടാത്തതുകൊണ്ടാണോ അതോ മറ്റു പല സമ്മർദ്ദങ്ങൾക്കും ഈ സർക്കാരും പാർട്ടി സംവിധാനവും വഴിപ്പെടുന്നുകൊണ്ടാണോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് കാരണം. ഈ CPM-ന്റെ ഇപ്പോൾ എത്തി നിൽക്കുന്ന
അങ്ങേയറ്റത്തെ മോശമായ ഒരു അവസ്ഥയുടെ ഒരു തെളിവല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല. കാരണം തീർച്ചയായിട്ടും നിയമപരമായി വീണ്ടും തർക്കിക്കാം. നിയമപരമായിട്ട് ഈ പറഞ്ഞ പോലെ കൺവിക്റ്റഡ് ആവുന്നത് വരെ എന്തിനാ പിന്നെ ഞാൻ കുറ്റവാളിയാണെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ഞാൻ ആരോപണങ്ങളിലാണ് നിൽക്കുന്നത്. ഞാൻ ഒരു കുറ്റാരോപിതൻ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ മുകേഷിനും പാർട്ടിക്കും വാദിക്കാം. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള ഒരു അവസ്ഥ എന്താണ്? ഒരു ഒറ്റപ്പെട്ട അല്ലെങ്കിൽ മുകേഷിന് നേരെ ഒരു ശൂന്യമായതയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ആരോപണം അല്ല. ഇത് ഈ സിനിമാ രംഗത്തെ അർബുദം പോലെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ രോഗം. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് പ്രത്യേകിച്ച് ഒരു സാധാരണ തരത്തിലുള്ള കറപ്ഷൻ അല്ല. ഒരു വിഭാഗം, ഒരു സ്ത്രീ വിഭാഗത്തെ സ്ത്രീകളെ ഏറ്റവും മോശമായി ബാധിച്ചിരിക്കുന്ന ഒരു വലിയ രോഗത്തിന്റെ, ഒരു വലിയ അർബുദത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു വലിയ കടമ, ഒരു ആ കടമയുടെ ഭാഗമായിട്ടാണ് ഇത് കാണേണ്ടത്. ഇതൊരു സാധാരണ പോലുള്ള രാഷ്ട്രീയ ആരോപണമോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും നേരിടാത്ത ഒരാൾ വന്ന് നേരിട്ട് ഒരു സവിശേഷമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ സംഭവിച്ചു പോയതാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. അതൊന്നുമല്ല. ഇതിന്റെ പശ്ചാത്തലം എന്താണ്? തുടക്കം മുതൽ ഇതിങ്ങനെയുള്ള ഈ പ്രശ്നം വന്നത് മുതൽ ആദ്യം മുതൽ ഈ നടിക്കെതിരായിട്ടുണ്ടായ ആക്രമണം മുതലുള്ള നമ്മുടെ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ നിലപാടായാലും അതിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള രീതിയിലാണ് മുകേഷും മറ്റും കൈക്കൊണ്ട നിലപാടെന്ന് നമുക്കറിയാം. അതിനു മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് കാണേണ്ടത്. അങ്ങനെ കാണുമ്പോഴാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരല്പമെങ്കിലും ആത്മാർത്ഥത ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ നടപടി ഈ വലിയ പ്രശ്നത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റാരോപിതനായി നിൽക്കുന്ന വ്യക്തിയെ തങ്ങളുടെ പക്ഷത്ത് നിർത്തിക്കൊണ്ട് ഇത് ചെയ്യാനാവില്ല. അത് മാത്രമല്ല, ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇടതുപക്ഷത്തിന്റെ എല്ലാ ഉദ്ദേശശുദ്ധിയും സംശയാസ്പദമായി കഴിഞ്ഞിരിക്കുകയാണ്. സംശയത്തിന്റെ നിഴലിലല്ല സംശയം പൂർണ്ണമായിട്ടും എന്താ പറയാ, സംശയം എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതൊരു അണ്ടർസ്റ്റേറ്റ്മെന്റ് ആവും. എല്ലാ രീതിയിലും കുറ്റവാളിയുടെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ പോലും CPM-നെ പോലും കാണുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇതുവരെ ചെയ്തിരിക്കുന്ന ഈ ഓരോ നടപടിയുടെയും പിന്നാലെ ഇങ്ങനെ ഒരു നടപടിയും കൂടെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ വേട്ടക്കാരുടെ കൂടെയാണ് ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM എന്നുള്ള ആരോപണം ശക്തിപ്പെടുത്തും. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിൽ ഇത്രയും വലിയ ചരിത്രവും പാരമ്പര്യവും ബുദ്ധിയും വീക്ഷണവും ഒക്കെ ഉള്ള പ്രസ്ഥാനത്തിന് ഈ ഒരു വലിയ അപകടം, ഈ ഒരു വലിയ വെല്ലുവിളി ഞങ്ങളുടെ നേരെ ഉയർന്നു വന്നിരിക്കുന്ന ചരിത്രത്തിലെ പൊറുക്കാനാവാത്ത തെറ്റുകളിൽ മറ്റൊന്നായി കൂടെ കണക്ക് കൂട്ടപ്പെടാൻ പോകുന്ന ഒരവസ്ഥയിൽ ഇത് തിരിച്ചറിയാതിരിക്കുന്നു എന്നുള്ളത് വാസ്തവത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം വന്നുപെട്ടിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയുടെ ഒരു തെളിവായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. ഇത് പറയുമ്പോഴേ ഇത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകളിൽ, നടിമാരിൽ പലരും അവരുടെ ആരോപണം ഉന്നയിക്കുമ്പോൾ പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ അവസാനം സർക്കാർ എടുത്ത തീരുമാനം, സർക്കാർ ഒരു പ്രത്യേക കമ്മിറ്റിയെ വെച്ച് അന്വേഷിക്കാൻ സ്വീകരിച്ച നടപടി, സർക്കാർ നൽകിയ ആത്മവിശ്വാസം, ഇതിൻ്റെയൊക്കെ ബലത്തിലാണ് ഞങ്ങൾ പറയുന്നത് എന്ന് പലരും പറയുന്നുണ്ട്. ഈ ആരോപണം ഉന്നയിക്കുന്ന നടിമാരിൽ പലരും പറയുന്നത് ഞങ്ങൾക്കിത് തുറന്നു പറയാനുള്ള അവസരമുണ്ടായത് സർക്കാർ ഒരുപക്ഷെ ഞങ്ങളുടെ കൂടെ നിന്നേക്കും എന്ന തോന്നലുണ്ടായതുകൊണ്ടാണ് എന്ന് അവരിൽ പലരും പറയുന്നുണ്ട്. ഇതൊരു മെസ്സേജാണ് സർക്കാരിന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാണുന്നതുകൊണ്ടാണ് അവർ പറയുന്നത് എന്ന് അവർ പറയുമ്പോൾ, ഈ ആരോപണ വിധേയനെ സംരക്ഷിക്കാൻ സർക്കാർ തീരുമാനിക്കുമ്പോൾ ഈ പറയുന്ന സ്ത്രീകൾക്ക് കൊടുക്കുന്നൊരു മെസ്സേജുണ്ട്, ഞങ്ങൾ ഇത്തരം ആരോപണ വിധേയരുടെ കൂടെ നിൽക്കാനും മടിക്കാത്തവരാണ് എന്നൊരു സന്ദേശമുണ്ട്. ഇതുണ്ടാക്കുന്നൊരു ഡാമേജിനെ കുറിച്ച് മനസ്സിലാക്കാത്ത ആളുകളല്ലല്ലോ ഇതിൻ്റെ നേതൃനിരയിലിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ നയം രൂപീകരിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നൊരു ബോഡിയാണ്. അതിലിരിക്കുന്ന ആളുകൾക്കൊന്നും ഇത് മനസ്സിലാകാത്തതല്ലല്ലോ. അപ്പോൾ അതിനപ്പുറത്ത് മറ്റു ചിലത് ഭയപ്പെടുത്തുന്നുണ്ടാവണം. അല്ലെങ്കിൽ ഇങ്ങനെ തീരുമാനിക്കേണ്ടല്ലോ. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ്, കൊല്ലത്തൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായ തിരിച്ചടിയുണ്ടോ, കൊല്ലത്തൊരു ഉപതെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ ചിലപ്പോൾ തോറ്റുപോയേക്കാം. പക്ഷേ അതൊന്നും സർക്കാരിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കൊല്ലം പോലെ അത്യാവശ്യം സ്വാധീനമുള്ളൊരു മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് CPM-ന് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. ഈ പ്രാക്ടിക്കൽ രാഷ്ട്രീയം ഒന്നും മനസ്സിലാകാത്ത ആളുകളല്ലല്ലോ ഇതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നത്. പക്ഷേ രാജീവ്, നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും കാണുന്നതാണ്, മറ്റു കുറച്ചു ദിവസത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ ഇത്ര ബുദ്ധിശൂന്യമായി ഈ മനുഷ്യർക്ക് പെരുമാറാൻ കഴിയും, ഇത്ര മൃഗീയമായി മനുഷ്യർക്ക് എങ്ങനെ പെരുമാറാൻ കഴിയും എന്നുള്ളത് നമ്മളെ വാസ്തവത്തിൽ അമ്പരപ്പിക്കുന്ന ഒന്നാണ്.
ഈ ഈ ഭീകരമായ തിന്മകളുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ പലപ്പോഴും മനുഷ്യർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത്ര ബുദ്ധിശൂന്യമായി പ്രവർത്തിക്കാൻ കഴിയുമോ? അങ്ങനെയുള്ള ഒരു ബുദ്ധിശൂന്യതയുടെ മുമ്പിലാണ് ഇപ്പൊ ഇടതുപക്ഷം CPM വന്ന് നിൽക്കുന്നത്. കാരണം ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇവര് മാത്രമല്ല, ഇപ്പൊ പോലും ഈ നടപടികൾ സ്വീകരിച്ച് മുകേഷിനെതിരെ കേസ് ചാർജ് ചെയ്തതിനു ശേഷം അതിൽ ഇരയാക്കപ്പെട്ട ഒരു നടി വളരെ കൃത്യമായ ഇടതുപക്ഷത്തിന് ഭയങ്കരമായി അഭിനന്ദിക്കുകയാണ്. ഈ മുഖ്യമന്ത്രിയെ ഗംഭീരമായി അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ ഇപ്പോഴെങ്കിലും ഇത് ചെയ്തല്ലോ, ഇപ്പോൾ നിങ്ങൾ ചെയ്തല്ലോ, ഈ ധൈര്യമാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഈ ആത്മവിശ്വാസമാണ്. ഇങ്ങനെ വളരെ കാരണം വെറും ഒരു സാമാന്യ ബുദ്ധി മാത്രമുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇതിന്റെ രാഷ്ട്രീയ സന്ദേശം. അതും ഇടതുപക്ഷം എന്താണ്, അതും ഇതൊരു എന്താ പറയുന്ന ഒരു അംബിഗ്വസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വ്യക്തമല്ലാത്ത ഒരു പ്രശ്നമേ അല്ല. ഇടതുപക്ഷം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇത് വിളിച്ചേർന്നിരിക്കുന്നത്. ഒരു വിഭാഗം, ഒരു വ്യവസായത്തിലെ സ്ത്രീകൾക്കെതിരെ ലിംഗപരമായിട്ടുള്ള ഈ കടുത്ത ആക്രമണത്തിനെതിരെ ഇടതുപക്ഷം എല്ലാ കാലത്തും ഇപ്പോലെയുള്ള പ്രശ്നങ്ങളിലെല്ലാം സ്വീകരിച്ചു. ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പൊ ഇത് സ്വയം ഇടതുപക്ഷത്തിന് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ പോലും, ഇതിട്ട് സംസാരിക്കാൻ പോലും ധൈര്യമില്ലാതെ, ത്രാണിയില്ലാതെ പിന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ചർച്ചകളിലൊന്നും, ഈ ടെലിവിഷൻ ചർച്ചകളിലൊന്നും ഇടതുപക്ഷത്തിന്റെ പ്രാതിനിധ്യം പോലുമില്ല. നമ്മൾ കേരള ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പ്രശ്നത്തെയാണ് ഇന്ന് മുമ്പിലാണ് കേരളം. ആ സന്ദർഭത്തിൽ ഇതെല്ലാം ചരിത്രത്തിൽ ഇടപെടിക്കാൻ പോകുന്നത് നമ്മളുടെയൊക്കെ കാലം കഴിഞ്ഞിട്ട് എത്രയോ കാലം, ഇപ്പൊ തന്നെ പല ഭാഷകളിലും, സിനിമാ ഭാഷകളിലും അല്ല പല സംസ്ഥാനത്തും ഇങ്ങനെ ഒരു ഡിമാൻഡ് വന്നു കഴിഞ്ഞു. കേരളത്തിലെ ഹേമ കമ്മിറ്റിയുടെ ചുവട് ഇപ്പൊ ബംഗാളീസ് ആക്ടേഴ്സ്, ആർട്ടിസ്റ്റുകളും ശക്തമായി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പക്ഷേ കേരളത്തിൽ നമ്മൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, എന്താ പറയുക, ലാൻഡ് റിഫോംസ്, അല്ലെങ്കിൽ ഭൂപരിഷ്കരണം, ജനകീയ ആസൂത്രണം, അല്ലെങ്കിൽ സാക്ഷരത, ഇതുപോലെയുള്ള ഇടതുപക്ഷത്തിന്റെ അഭിമാനകരമായ ഒരുപാട് നേട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ നിൽക്കേണ്ട ഒന്നാണ് ഈ സമയത്ത് ഇത്രയും ദീർഘകാലമായി നടന്നിരുന്ന ഒരു ചൂഷണത്തിനെതിരെ ഇവിടുത്തെ പാവപ്പെട്ടവർക്കും പിന്നോക്ക ജാതിക്കാർക്കും ഒക്കെ വേണ്ടി ശബ്ദമുയർത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ തുടർച്ചയായി ഇതാ ഞങ്ങൾ ചെയ്തിരിക്കുന്നു. ഇങ്ങനെ വരേണ്ട സമയത്താണ് ഈ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ, ഈ ബുദ്ധിയുണ്ടെന്ന് നമ്മൾ കരുതുന്ന, അല്ലെങ്കിൽ ധാർമ്മികതയുണ്ടെന്ന് നമ്മൾ കരുതുന്ന നേതാക്കള് ഇങ്ങനെ ഒരു അത്ഭുതകരമായ ഒരു വിഡിത്തം കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ഇപ്പോഴത്തെ ഈ പ്രസ്ഥാനത്തിന്റെ CPM-ന് വന്നു നിൽക്കുന്ന ഒരു അവസ്ഥയുടെ സ്ഥിതിയാണ്. ഈ പറഞ്ഞാൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തോൽക്കുക, അല്ലെങ്കിൽ ഒരു വലിയ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തന്നെ എന്താണ് ഈ പ്രശ്നത്തിൽ നിങ്ങൾ സ്വീകരിച്ച നിലപാട് എന്താണ് എന്നുള്ളതല്ലേ പിൻതലമുറ, ചരിത്രം നിങ്ങളെ അളക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണിതെന്ന് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്? അത്ഭുതകരമാണ്. പിന്നെ മാത്രമല്ല ഇതിൽ 2-3 കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഇതിന് പുറമെ മുകേഷിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, മുകേഷിന്റെ നേരെ ഇതിന് മുമ്പ് ഉയർന്നിരിക്കുന്ന ചില പ്രധാനപ്പെട്ട ആരോപണങ്ങളുണ്ട്. നമ്മൾ മറ്റു പല കേസുകളിലും കണ്ട പോലെയല്ല. ഇതിങ്ങനെ ഒരു ചരിത്രം, അല്ലെങ്കിൽ ഒരു വളരെ മോശമായിട്ടുള്ള, സംശയകരമായിട്ടുള്ള ഒരു ചരിത്രം കൂടി അദ്ദേഹത്തിനുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയെ സരിതയുടെ മറ്റു ഈ സമീപകാലത്ത് വീണ്ടും ഉയർന്നു വന്നിരിക്കുന്ന അഭിമുഖ സംഭാഷണത്തിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷം എങ്ങനെ ഒരു ആയിട്ടുള്ള ഒരു പ്രസ്ഥാനത്തെ പോലെ മുന്നോട്ട് പോകുന്ന, അതിനെ നയിക്കാൻ അതിന്റെ നേതൃത്വത്തിനുള്ള ബുദ്ധിശൂന്യത, അല്ലെങ്കിൽ അതിന്റെ ധാർമ്മികമായിട്ടുള്ള ഒരു തിരിച്ചറിവില്ലായ്മയൊക്കെ ഇത്രയുമായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത് സംസാരിച്ച് തുടങ്ങുമ്പോൾ താങ്കൾ ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ ഉണ്ടായ ഘട്ടത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നില്ല. കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഉണ്ടായ അലംഭാവത്തെക്കുറിച്ചും സൂചിപ്പിച്ചു. ഒരുപക്ഷെ ഇതിങ്ങനെ നിരന്തരം ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം എന്നുള്ള ആവശ്യം നിരസിക്കുമ്പോൾ ഇത്തരം വലിയ അപകടങ്ങൾ, തങ്ങൾക്ക് തന്നെ തിരിച്ചടി ആയേക്കാവുന്ന വലിയ അപകടങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കും ഇത്രയും കാലം ഇത് മൂടി വച്ചിട്ടുണ്ടാവുക. ഇപ്പോഴും അതിലെ പല ഭാഗങ്ങളും, വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിനപ്പുറം പല ഭാഗങ്ങളും വെളിപ്പെടുത്താതിരിക്കുന്നതിൻ്റെ പിന്നിലും ഇതിലപ്പുറം പലതും പുറത്തേക്ക് വന്നാൽ ഉണ്ടാകാവുന്ന ആഘാതങ്ങളെ ഭയന്നിട്ടായിരിക്കുമോ? അത് ഈ ഭരണകൂടവും ഈ ഏരിയയും തമ്മിലുള്ള ഒരു വലിയ ബന്ധം, അതിൻ്റെ കൂടെ ഭാഗമായിട്ടായിരിക്കുമോ ഈ സംരക്ഷണവും ഈ വിവരങ്ങൾ പുറത്തുവിടാത്തതും ഒക്കെ? തീർച്ചയായിട്ടും. കാരണം ഇതിനു മുമ്പ് ഇതുപോലെ പല കാര്യങ്ങളിലും ഇടതുപക്ഷം സ്വീകരിച്ച നിലപാടുകളെ കുറിച്ചൊക്കെ വലിയ തർക്കവും വിഷവും
പിന്നെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ അത് ഒരു പക്ഷേ അതൊരു പാർട്ടിക്കോ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കോ അല്ലെങ്കിൽ ആ പ്രത്യയശാസ്ത്രത്തിനോ ഒക്കെ വെല്ലുവിളിയാവാവുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ചില നിലപാടുകളിലെ ചില പ്രശ്നങ്ങളൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെ ഒന്നുമല്ല. നേരത്തെ അജീവ് പറഞ്ഞ പോലെ തന്നെ ഈ ഇടതുപക്ഷത്തിനോ CPM-നോ പോലും നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമില്ല. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ഈ അധികാര ബന്ധങ്ങളുടേതായ ഒരു അൺഹോളി അലയൻസ്, ഒരു അവിശുദ്ധ സഖ്യം വേറെ ഒന്നുമല്ല. കാരണം നമ്മൾ എല്ലാ കാലത്തും പറഞ്ഞു ഈ അണധികാരത്തിന്റെയും സ്ത്രീവിരുദ്ധതയുടെയും പുരുഷാധിപത്യത്തിന്റെയും ഒക്കെ ഘടനകൾ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഭേദമില്ലാതെ പരസ്പര ബന്ധിതമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ ഇതിന് അത്രയും ഉച്ചത്തിലുള്ള ഒരു പ്രഖ്യാപനം വേറെ കിട്ടും. കാരണം ഇടതുപക്ഷത്തിന് പാർട്ടിയെയോ ഗവൺമെന്റിനെ ഒന്നും ബാധിക്കുന്നതായിരുന്നില്ല ഈ ഹേമ കമ്മിറ്റി പുറത്തു കൊണ്ടുവന്ന, ഒരുപക്ഷെ ഇടതുപക്ഷത്തിനോട് അടുത്ത് നിൽക്കുന്ന ചില വ്യക്തികളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതൊന്നും ഒരു വലിയ കാര്യമല്ലോ. പക്ഷെ അതിനപ്പുറത്ത് ഈ പ്രസ്ഥാനത്തിനോ ഗവൺമെന്റിനോ ഒന്നും പ്രശ്നം ഉണ്ടാവുന്നില്ല. പക്ഷെ പ്രശ്നം ഉണ്ടാവുന്നത് ഈ അധികാരഘടന, രാഷ്ട്രീയ അതീതമായിട്ടുള്ള, പ്രത്യയശാസ്ത്രത്തിന് അതീതമായിട്ടുള്ള ഈ അൺഹോളി ആയിട്ടുള്ള ഈ അവിശുദ്ധ സഖ്യത്തിന്റെ, അധികാരത്തിൻ്റെതായ ആണധികാരത്തിൻ്റെതായ ഈ അവിശുദ്ധ സഖ്യത്തിനെ അതിനെ വെല്ലുവിളിയാവുമോ, അതിന് മുമ്പിൽ ഭീഷണിയാവുമോ എന്നുള്ളൊരു ഭയമല്ലാതെ മറ്റൊന്നുമല്ല. ഓരോ ഘട്ടത്തിലും അതുകൊണ്ടാണ് തടഞ്ഞു വെച്ചതെന്ന് മാത്രമല്ല, അതിനുശേഷം സ്വീകരിച്ച നിലപാടുകൾ നോക്കും. മന്ത്രിയായാലും മുഖ്യമന്ത്രി പോയി പറഞ്ഞ പോലെ സ്ത്രീകൾ മുന്നോട്ട് വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് നടപടി എടുക്കാനാവൂ എന്നൊക്കെ പറയുന്നത് എത്ര ഒരു വലിയ എന്താ പറയാ ബുദ്ധിശൂന്യത ഒന്നും പറഞ്ഞാൽ പോലെ ഈ ഒരു ഘട്ടത്തിൽ അത് എത്രയും വലിയ സ്ഫോടനം പരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നതിന്റെ തൊട്ട് പിന്നാലെ പറയുന്നത് അവരെ ഞങ്ങൾ ഞങ്ങൾ അവരുടെ കൈപിടിച്ചു കൊള്ളാം അല്ലെങ്കിൽ അവരെ കരകയറ്റിക്കൊള്ളാം എന്നല്ല, അവർ വീണ്ടും, കാരണം അവർക്ക് കൊടുത്ത വാക്കുകളുടെ പോലും ലംഘനമാണ്, അവർ വീണ്ടും മൊഴി തല്ലാൻ, അവർ വീണ്ടും പരാതി അന്വേഷണം വന്നാൽ ഞങ്ങൾ നോക്കാം. ഇങ്ങനെയാണോ ഒരു ഇടതുപക്ഷത്തിന്റെ നായകൻ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതാവ് സംസാരിക്കേണ്ടത്? അപ്പൊ അത് ഞാൻ പറയുന്നത് പാർട്ടിക്കും പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിനോ പാർട്ടി നേതാക്കൾക്കോ അല്ല, വെറും ആണധികാരത്തിന്റെയോ അല്ലെങ്കിൽ സമ്പത്തിന്റെയും ഈ ലിംഗപരമായിട്ടുള്ള ഒക്കെ അധികാര ഘടനകൾ തമ്മിലുള്ള ആ സഖ്യത്തിന്റെ ഒരു തെളിവ് മാത്രമാണ് ഇടതുപക്ഷം CPM ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാടിന്റെ പിന്നിൽ. അവസാനമായ ഒരു കാര്യം കൂടി, ഇപ്പോൾ മുകേഷിന്റെ കാര്യം എടുത്തു കഴിഞ്ഞപ്പോൾ ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുന്നണിയിലെ ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി ഒരു പിന്തുണ കൊടുക്കുന്നു എന്നൊരു രീതി വന്നു കഴിഞ്ഞാൽ ഈ ആരോപണ വിധേയനായ വ്യക്തിക്ക് ഭരണ സംവിധാനത്തിനുള്ള സ്വാധീനം അതിന് മുമ്പ് തന്നെ വളരെ പ്രകടമാണ്, അത് കുറെ കൂടെ പ്രബലമാണ് എന്നൊരു സന്ദേശമായിരിക്കും പുറത്തേക്ക് കൊടുക്കുക. അത് അന്വേഷണത്തെ ബാധിക്കാം, ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തികളുടെ മനോധൈര്യത്തെ ബാധിക്കാം, അത് തുടർന്നു കൊണ്ട് പോകുക എന്നുള്ളതിൽ അവർക്ക് മടിയുണ്ടാവും. ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിൽ സംഭവിക്കാം. അപ്പോൾ ഇത്തരം ചില ഉദ്ദേശങ്ങൾ ഒരുപക്ഷെ ഈ പിന്തുണ കൊടുക്കലിൽ, അതായത് ഇപ്പോൾ രാജിവെക്കേണ്ടതില്ല, ആരോപണങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, നിയമത്തിന് മുന്നിൽ കുറ്റവാളികളാണെന്ന് തെളിയുന്നത് വരെ MLA ആയി തുടരാൻ അർഹതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നുള്ള ന്യായീകരണങ്ങൾ മറ്റ് തരത്തിലുള്ള ചില അട്ടിമറികൾക്ക് ഒരുപക്ഷെ കാരണമായേക്കാം. തീർച്ചയായിട്ടും ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നതിൽ ഏറ്റവും നഷ്ടം ഉണ്ടാവാൻ പോകുന്നത് CPM-ന് ഈ ഹേമ കമ്മിറ്റി എന്നുള്ള ഈ എൻറ്റയർ എപ്പിസോഡ് ഉണ്ടല്ലോ, അതിന്റെ ഈ അധ്യായം പൂർണ്ണമായിട്ട് എടുക്കുമ്പോൾ ആത്യന്തികമായി ഇതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാവാൻ പോകുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിനാണ്. നിർഭാഗ്യകരം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു വിപ്ലവത്തിന് തിരികൊളുത്തുക എന്നുള്ള ഒരു വലിയ കാര്യം ചെയ്ത ഒരു പ്രസ്ഥാനം തന്നെ അതിന്റെ ഏറ്റവും വലിയ നഷ്ടം അനുഭവിക്കേണ്ട ഒരു ഗതികേടിലേക്ക് പോവുകയാണ്. ഇതിപ്പോ സംശയമില്ല, നമ്മൾ ഇത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒരുപക്ഷെ ഈ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ അപകടകരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളിലേക്ക് ഒക്കെയാണ് കാര്യങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത്. ഒരുപക്ഷെ ആത്യന്തികമായി ഇവരെയൊക്കെ ശിക്ഷിക്കപ്പെടുവോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ പറഞ്ഞ പോലെ ഹാർവി വെയിൻസ്റ്റീൻ ഒരു റീട്രയലിന്റെ വക്കിലാണ്. റൊമാൻ പോളാൻസ്കി 92 വയസ്സായിട്ടും അദ്ദേഹത്തിന് നേരെ എന്താ പറയാ കൃത്യമായ ശിക്ഷയൊന്നും കൊടുക്കാനായിട്ടില്ല. ഇതൊക്കെ ശരിയാണ്, അത് നമ്മുടെ പക്ഷേ ഇവിടെ നഷ്ടം ഈ ഇടതുപക്ഷത്തിനുണ്ടാവുന്ന നഷ്ടം ഇനി മായ്ക്കാനേ കഴിയില്ല. ഈ സ്ത്രീകൾക്ക് വേണ്ടി എത്രയൊക്കെ കാര്യങ്ങൾ അവരുടെ ചരിത്രത്തിൽ അവർ ഉയർത്തിപ്പിടിച്ചു, അതിനെയൊക്കെ ഇല്ലാതാക്കുന്ന, അതിനെയൊക്കെ മായ്ച്ചു കളയുന്ന ഒരു നടപടി എടുത്ത ഒരു പ്രസ്ഥാനവും അതിന്റെ നേതൃത്വമാണ് ഈ 2024 ഉണ്ടായിരുന്നത് എന്നാണ്
ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത് സംശയം. റൈറ്റ്. വളരെ നന്ദി ശ്രീ എം ജി രാധാകൃഷ്ണൻ ഞങ്ങളോട് സംസാരിച്ചതിന്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഈ സർക്കാർ എടുക്കുന്ന നടപടികൾ അതിൻ്റെ യുക്തിയെ ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് ഇപ്പോൾ ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. വരുന്ന ആളുകളിൽ എങ്ങനെയായിരിക്കും ഇതേ ചൊല്ലി സമൂഹത്തിൽ ഉയരുന്ന പ്രതികരണങ്ങൾ, അതുണ്ടാക്കുന്ന സമ്മർദ്ദം, അതിനെ അതിജീവിക്കാൻ ഈ പാർട്ടി സംവിധാനത്തിനും സർക്കാരിനും സാധിക്കുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണാം.